ബജറ്റ് സമ്മേളനം ആരംഭിക്കാൻ ഇരിക്കുന്നു. നാളെ അതിന് മുന്നോടിയായി സർവകക്ഷി യോഗം ഇന്ന് ചേരുന്നു. വ്യാഴാഴ്ച ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇടക്കാല ബജറ്റ് അവതരിപ്പിക്കുന്നു. PJ അരുൺ ദില്ലിയിൽ നിന്നും ഇപ്പോൾ ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് അരുൺ. ഗുഡ് മോർണിംഗ്. ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് രാവിലെ ആയിരിക്കും ഇതുമായി ബന്ധപ്പെട്ട സർവകക്ഷി യോഗം ചേരുക. പാർലമെന്ററി കാര്യമന്ത്രി പ്രഹ്ലാദ് ജോഷിയുടെ നേതൃത്വത്തിലാണ് പാർലമെന്റിലെ ഇരു സഭകളിലെയും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ ഉൾപ്പെടുന്ന ഒരു സർവകക്ഷി യോഗം വിളിച്ചിട്ടുള്ളത്. ഏപ്രിൽ മെയ് മാസങ്ങളിൽ പ്രതീക്ഷിക്കപ്പെടുന്ന പൊതു തെരഞ്ഞെടുപ്പിന് മുമ്പായുള്ള അവസാന ബഡ്ജറ്റാണ് ഈ നരേന്ദ്രമോദി സർക്കാരിൻ്റെ അവസാനത്തെ ബഡ്ജറ്റാണ്. അത് ഇടക്കാല ബഡ്ജറ്റായിരിക്കും. ജൂലൈയിൽ പുതുതായി വരുന്ന സർക്കാരായിരിക്കും മുഴുവൻ ബഡ്ജറ്റ് സമ്പൂർണ്ണ ബഡ്ജറ്റ് അവതരിപ്പിക്കുക. അതുകൊണ്ട് തന്നെ ഒരു ഇടക്കാല ബഡ്ജറ്റിലേക്ക് എന്ന ഒരു നീക്കം തന്നെയാണ് നടത്തുക. എന്തായാലും ഈ വരുന്ന സമ്മേളന കാലയളവിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കും ഈ ഇരു സഭകളും സാക്ഷിയാകുമെന്ന തരത്തിൽ സംശയമില്ല. കാരണം കഴിഞ്ഞ സമ്മേളന കാലയളവിൽ സഭയ്ക്കകത്തുണ്ടായ ഒരു സുരക്ഷാ വീഴ്ച, ആ സുരക്ഷാ വീഴ്ചയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളെല്ലാം അരങ്ങേറിയിരുന്നു. എന്തായാലും വ്യാഴാഴ്ച ഈ ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതോടെ കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിക്കുന്നതോടെ ഇടക്കാല ബഡ്ജറ്റായിരിക്കും അവർ അവതരിപ്പിക്കുക. അവർ 6ാമത്തെ ബഡ്ജറ്റായിരിക്കും സമ്പൂർണ്ണ ബഡ്ജറ്റ് അവതരിപ്പിക്കുക എന്നുള്ള രീതിയിലുള്ള ഒരു റെക്കോർഡിലേക്കും എത്തുന്നു. എന്തായാലും ഇതിൽ വലിയ രീതിയിലുള്ള ഒരു പ്രഖ്യാപനമൊന്നും ആരും പ്രതീക്ഷിക്കുന്നില്ല. എന്തായാലും ഒരു ഇടക്കാല ബഡ്ജറ്റ് ആയതുകൊണ്ട് തന്നെ പൊതു തെരഞ്ഞെടുപ്പ് വരുന്ന ഒരു സാഹചര്യത്തിൽ വളരെ കരുതിക്കൂട്ടിയുള്ള ഒരു സാമ്പത്തിക നീക്കം തന്നെയായിരിക്കും കേന്ദ്ര സർക്കാർ ഇതിൽ നടത്തുന്നത്. എന്തായാലും ബാങ്കിങ്, ഇൻഷുറൻസ് മേഖലകളിൽ ചെറിയ രീതിയിലുള്ള നികുതി മേഖലകളിലും ചെറിയ രീതിയിലുള്ള കുറവ് വരുത്തിയേക്കുമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. കൂടാതെ യുവജനങ്ങൾ, കർഷകർ ഉൾപ്പെടെയുള്ളവർക്ക് ചെറിയ രീതിയിലുള്ള പദ്ധതികളും പ്രഖ്യാപിച്ചേക്കാം. പക്ഷേ ഒരു കൃത്യമായ ഒരു സാമ്പത്തിക അച്ചടക്കം പാലിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള ഒരു തെരഞ്ഞെടുപ്പ് കൂടി വരാനിരിക്കുന്നുണ്ട്. ഒരു ഇടക്കാല ബഡ്ജറ്റാണ്, സമ്പൂർണ്ണ ബഡ്ജറ്റല്ല അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കരുതലോടെയുള്ള ഒരു നീക്കം തന്നെയായിരിക്കും നടത്തുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് സർവകക്ഷി യോഗം ചേരുന്നുണ്ട്. ഇക്കാര്യത്തിൽ എല്ലാ പാർട്ടികളുടെയും ഒരു അഭിപ്രായ സമന്വയം കൂടി അറിഞ്ഞുകൊണ്ട് അവസാനത്തെ ഒരു ബഡ്ജറ്റിനായിരിക്കും ലോക്സഭ ഇരുസഭകളും അതിൻ്റെ മേലെയുള്ള ചർച്ചകളെല്ലാം പുരോഗമിക്കും. എന്തായാലും ഇതുമാത്രമായിരിക്കില്ല, ബഡ്ജറ്റ് മാത്രമായിരിക്കില്ല ഈ ഒരു ചുരുങ്ങിയ കാലയളവിൽ കൂടുന്ന കുറച്ച് ദിവസങ്ങൾ മാത്രമായിരിക്കും ഈ ഒരു സെക്ഷനുമായി ബന്ധപ്പെട്ട് സമ്മേളനം നടക്കുക, ബജറ്റ് സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഇരുസഭകളിലും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു ചർച്ച, പ്രതിപക്ഷം വലിയ രീതിയിലുള്ള ഒരു ചർച്ചയുമായി മുന്നോട്ട് വരും എന്ന് തന്നെയാണ് സൂചന. കാരണം പൗരത്വ ഭേദഗതി നിയമം, ഏകീകൃത സിവിൽ കോഡ് എന്നിങ്ങനെയുള്ള വിഷയങ്ങൾ, അയോധ്യയിലെ ക്ഷേത്ര നിർമ്മാണം, ഇതെല്ലാം മുൻനിർത്തിക്കൊണ്ട് ഒരു വർഗീയ ധ്രുവീകരണം ലക്ഷ്യമിട്ടുകൊണ്ടാണ് BJP ഈ വരുന്ന തെരഞ്ഞെടുപ്പിനെ സമീപിക്കും. ആ ഒരു സമീപനമായിരിക്കും ഈ കേന്ദ്ര സർക്കാരും BJPയും സ്വീകരിക്കുക എന്ന തരത്തിലുള്ള സൂചനകൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു പ്രതിഷേധം ഇക്കാര്യത്തിൽ അറിയിക്കാൻ തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികളുടെ എന്തായാലും കൂട്ടായ തീരുമാനം. പക്ഷേ ഇന്ത്യ മുന്നണിക്കകത്ത് ഉണ്ടായ അപ്രതീക്ഷിതമായ ചില വഴിത്തിരിവുകളുണ്ട്. അതെന്തായാലും പ്രതിപക്ഷത്തിൻ്റെ സഭയ്ക്കകത്തുള്ള ആകെയുള്ള ഒരു പെർഫോമൻസിനെ എന്തായാലും ബാധിക്കുമെന്ന തരത്തിൽ, കാരണം കൂടിയാലോചനകളെല്ലാം നടക്കേണ്ടതുണ്ട്. നിതീഷ് കുമാർ എന്ന് പറയുന്ന ഒരു വൻമരം ഇന്ത്യ മുന്നണിയിൽ നിന്നും കൊഴിഞ്ഞു പോയി. എന്തായാലും അത്തരം ഒരു ചെറിയ പ്രശ്നങ്ങൾ ഇന്ത്യ മുന്നണിക്കകത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു ചർച്ചകൾ ഈ ഒരു സമ്മേളന കാലയളവിന് മുന്നോടിയായി ഇന്ത്യ മുന്നണിക്കകത്ത് തന്നെ നടത്തേണ്ടതുണ്ട്. എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് 11 മണിയോടെ പ്രഹ്ലാദ് ജോഷിയുടെ നേതൃത്വത്തിലായിരിക്കും എല്ലാ പാർട്ടികളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു സർവകക്ഷി യോഗം ഇന്ന് കേന്ദ്ര സർക്കാർ വിളിച്ചിരിക്കുന്നത്. കാവ്യ, വ്യക്തമാണ് അരുൺ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ നിതീഷ് കുമാറിന്റെ ചുവടുമാറ്റം അത് ദേശീയ രാഷ്ട്രീയത്തിൽ എത്രമേൽ ആഴത്തിൽ പതിഞ്ഞിരിക്കുന്നു എന്നതിൻ്റെ ഒക്കെയും ഒരു ദൃഷ്ടാന്തങ്ങളൊക്കെയാണ് വരും മണിക്കൂറുകളിൽ നമ്മൾ കാണാൻ പോകുന്നത്. സ്വാഭാവികമായിട്ടും ബീഹാറിൽ ഇപ്പോൾ എന്താണ് നടക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് കൂടി നമ്മൾ പോകേണ്ടതുണ്ട്. നിരവധി മന്ത്രിമാരിനി സത്യപ്രതിജ്ഞ ചെയ്യാനുണ്ട്. അവിടെ അവിശ്വാസം കൊണ്ടുവന്ന പശ്ചാത്തലത്തിൽ അടുത്ത സ്പീക്കർ സഭാനാഥൻ ആര് എന്ന ഒരു ചോദ്യമുണ്ട്. ചില പേരുകളൊക്കെ ഉയർന്നു കേൾക്കുന്നുണ്ട്. എങ്ങനെയാണ് കാര്യങ്ങൾ? സഭാ സമ്മേളനത്തിലേക്ക് എപ്പോഴായിരിക്കും ബീഹാർ കടക്കുക? കാവ്യ, തീർച്ചയായും ഇക്കാര്യത്തിൽ ഒരു പ്രതിസന്ധി തന്നെയാണ് ഇതിൽ JDUവും RJDയുമായിട്ടുള്ള ബന്ധത്തിൽ വീണിരിക്കുന്നത്. കാരണം നിതീഷ് കുമാർ ചുവടുമാറി അധികാരത്തിൻ്റെ പേരിൽ മാത്രം BJPയുമായി ചേർന്ന് അവിടെ NDA സർക്കാർ രൂപീകരിച്ചു. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ RJDക്ക് അത് വലിയ രീതിയിൽ അവിടെ തിരിച്ചടി ഉണ്ടായി എന്ന തരത്തിൽ നമുക്കത് സമ്മതിക്കാതെ വയ്യ. കാരണം RJD നേതാക്കൾ നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ സമവായവുമായി മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിച്ചതാണ്. കോൺഗ്രസ് അധ്യക്ഷനും
കോൺഗ്രസ് അധ്യക്ഷൻ ഫോണിൽ നേരിട്ട് ബന്ധപ്പെടാൻ നിതീഷ് കുമാറുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോഴും അതിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ലാലു പ്രസാദ് യാദവ് നേരിട്ട് ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നെങ്കിലും ഇതെല്ലാം ഈ വാഗ്ദാനങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം ചർച്ചകളെല്ലാം തട്ടിമാറ്റിയാണ് നിതീഷ് കുമാർ വീണ്ടും ബീഹാറിൻ്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. ബി ജെ പിയുടെ കൂടി സഹായത്തോടു കൂടിയായിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രിയായത്. എന്തായാലും ഇക്കാര്യത്തിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾ NDA നേതാക്കളുമായി JDU നേതൃത്വം നടത്തുന്നുണ്ട്. നിതീഷ് കുമാർ നേരിട്ടാണ് ഈ ചർച്ചകളെല്ലാം നടത്തുന്നത്. നേരത്തെ JDU കൈവശം വെച്ചിരുന്ന വകുപ്പുകൾ BJPക്ക് നൽകുമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. കൂടാതെ ഈ RJD ഭരിച്ചിരുന്ന RJDക്ക് ഉൾപ്പെടെ ഉണ്ടായിരുന്ന, കാരണം RJD നേതാവും ലാലു പ്രസാദ് യാദവിൻ്റെ മകനുമായ തേജസ്വി യാദവ് ആയിരുന്നു ബീഹാർ മന്ത്രിസഭയിലെ ഉപമുഖ്യമന്ത്രിമാരിൽ ഒരാൾ. അദ്ദേഹം വഹിച്ചിരുന്ന ഉപമുഖ്യമന്ത്രി സ്ഥാനം ഉൾപ്പെടെയുള്ള സ്ഥാനങ്ങൾ JDU BJPക്ക് നൽകും എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് വരുന്നത്. പക്ഷേ ഇതിൽ സ്പീക്കർ സ്ഥാനത്തേക്ക് ഇപ്പോൾ ഇരിക്കുന്നത് RJD അംഗമാണ്. അദ്ദേഹത്തെ മാറ്റിക്കൊണ്ട് BJP അംഗത്തെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള അവിശ്വാസ പ്രമേയ നോട്ടീസ് എന്തെല്ലാം നൽകിയിട്ടുണ്ട്. പക്ഷേ BJP സ്പീക്കർ സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചിരിക്കുന്ന വ്യക്തിയെ നിതീഷ് കുമാറിന് സ്വീകാര്യനായ ആളല്ല. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കൂടുതൽ ചർച്ചകൾ നടക്കുമെന്ന തരത്തിലുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട്. കാരണം ഇദ്ദേഹവുമായി മുമ്പ് മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ തന്നെ ഇദ്ദേഹം മുൻപ് BJP നോമിനിയായി അവിടെ സ്പീക്കറായി ഇരുന്ന വ്യക്തിയാണ്. ആ സമയത്ത് തന്നെ ഇദ്ദേഹവുമായി വലിയ രീതിയിലുള്ള സംഘർഷം JDU നേതാവ് നിതീഷ് കുമാറിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ പേരിൽ വലിയ രീതിയിൽ പുതിയ ചർച്ചകൾ വീണ്ടും ആ പേരിൻ്റെ മേൽ ചർച്ച നടത്തണം. സ്പീക്കർ സ്ഥാനത്തേക്ക് താൻ നിർദ്ദേശിക്കുന്ന ആളായിരിക്കണം വരേണ്ടതെന്ന തരത്തിലുള്ള നിർദ്ദേശവും നിതീഷ് കുമാർ നൽകിയിട്ടുണ്ട്. എന്തായാലും ഇന്ന് രാവിലെയോടെ തന്നെ ഈ കാര്യത്തിലുള്ള ഒരു പുതിയ റിപ്പോർട്ടുകളും അപ്ഡേറ്റുകളും നമുക്ക് നൽകാനാവും. എന്തായാലും അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നത് ഇടയ്ക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഇത് വലിയൊരു നിർണായകമായ നീക്കം തന്നെയായിരിക്കും. കാവ്യ. ശരി അരുൺ, താങ്ക് യു. എന്തായാലും ആ നിലയ്ക്കുള്ള അപ്ഡേറ്റുകൾക്കായി നമുക്ക് വരും മണിക്കൂറുകളിൽ അരുൺ അടക്കമുള്ള ദില്ലിയിലെ നമ്മുടെ വാർത്താ സംഘത്തിലേക്ക് പോകാം.